എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ കാവ്യസിദ്ധാന്തങ്ങളിൽ വാമനൻ്റെ രീതി സിദ്ധാന്തം പോലെയും കുന്തകൻ്റെ വക്രോക്തി സിദ്ധാന്തം പോലെയും മഹിമഭട്ടൻ്റെ അനുമാന സിദ്ധാന്തം പോലെയും പ്രശസ്തമാണ് ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ സിദ്ധാന്തം. ഔചിത്യം അനുധാവതി സർവേ ധ്വനി രസസോന്നയ എന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ഔചിത്യം അനുധാവതി സർവേ ധ്വനി രസസോന്നയ, അപ്പം അതിൽ തന്നെ വ്യക്തമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകൾ ധ്വനിയും രസവുമാണ്, പിന്നെ ഔചിത്യവുമാണ്. അതായത് ധ്വനി പദ്ധതിയെപ്പോലെയും രസപദ്ധതിയെപ്പോലെയും പ്രശസ്തമാണ് ഔചിത്യവുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള വിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധ്വനിക്കും രസത്തിനും തുല്യമാണ് ഔചിത്യത്തിൻ്റെയും പദവിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാരതീയ സൈദ്ധാന്തികന്മാർ, കാവ്യ സൈദ്ധാന്തികന്മാർ ഈ പദം ഔചിത്യം എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും അനൗചിത്യത്തെപ്പറ്റിയും മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. ഔചിത്യം എന്ന വസ്തുത എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ക്ഷേമേന്ദ്രൻ ഔചിത്യ വിചാര ചർച്ച എന്ന ഗ്രന്ഥത്തിലാണ് ഔചിത്യത്തെ ഒരു സിദ്ധാന്തമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. മറ്റ് സിദ്ധാന്തങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞതുപോലെ ഭരതൻ്റെ നാട്യശാസ്ത്രം ഔചിത്യ വിചാരത്തെപ്പറ്റി ആ പേര് പരാമർശിക്കാതെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും കൂടാതെ ഭാമഹനും ആചാര്യദണ്ഡിയും രുദ്രടനും ആനന്ദവർദ്ധനനും കുന്തകനും മഹിമഭട്ടനും അഭിനവഗുപ്തൻ എന്നിവരെല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഔചിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ക്ഷേമേന്ദ്രൻ്റെ ഔചിത്യ വിചാരമനുസരിച്ച് ഏതൊന്നിന് അനുകൂലമാണോ അതിനെ ഉചിതമെന്ന് പറയുന്നു. ആ ഉചിതത്തിൻ്റെ ഭാവമാണ് ഔചിത്യം എന്നാണ് ഔചിത്യത്തെ ക്ഷേമേന്ദ്രൻ നിർവചിച്ചിരിക്കുന്നത്. അതായത് ഏതൊന്നിന് അനുകൂലമാണോ അത് ഉചിതം, ഉചിതത്തിൻ്റെ ഭാവം ഔചിത്യമാണ് എന്ന് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കലയുടെ സൗന്ദര്യ തത്വമാണ് ഔചിത്യം. അതുപോലെ തന്നെ കവിതയുടെ തന്ത്രീലയത്തിന് ഔചിത്യം നിർബന്ധമാണെന്ന് അദ്ദേഹം പറയുന്നു. കാവ്യത്തിൻ്റെ ജീവിതമാണ് ഔചിത്യമെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം കാവ്യത്തിൻ്റെ ആത്മാവ് രസമെന്ന് തന്നെയാണ് പറയുന്നത്. കാവ്യത്തിൻ്റെ ജീവിതമാണ് ഔചിത്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനി കാവ്യത്തിലെ അനൗചിത്യം അസ്ഥാനത്തുള്ള അലങ്കാരമണികൾ പോലെ നിരർത്ഥകവും ഹാസ്യാസ്പദവുമാകും എന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണമായി അദ്ദേഹം പറയുന്നത്, കഴുത്തിൽ അരഞ്ഞാണവും കയ്യിൽ പാദസരം ഇടുന്നത് പരിഹാസ്യമാണെന്ന് മനസ്സിലാവും എന്നാണ്. അതേസമയം ഉചിതമായ പദപ്രയോഗം സുന്ദരിമാരുടെ നെറ്റിയിലെ ചന്ദനക്കുറി പോലെയും കസ്തൂരി തിലകം പോലെയും ശോഭ വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഔചിത്യത്തിൻ്റെ മർമ്മമായി അദ്ദേഹം പറയുന്നൊരു പദമാണ് സ്ഥാനസ്ഥിതിത്വം. അതായത് ഉചിതമായ തോതിൽ ഉചിതമായ സ്ഥാനത്ത് നിബന്ധിക്കാനുള്ള കവിയുടെ പ്രതിഭയാണ് അദ്ദേഹം ഔചിത്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥാനസ്ഥിതിത്വം, അതായത് ഉചിതമായ തോതിൽ ഉചിതമായ സ്ഥാനത്ത് നിബന്ധിക്കാനുള്ള കവിയുടെ പ്രതിഭ തന്നെയാണ് ഔചിത്യമെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ധ്വനി സിദ്ധാന്തകാരനെ പിൻപറ്റിക്കൊണ്ട് കവിതയിൽ 27 ഔചിത്യ സ്ഥാനങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് ധ്വനി സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന ധ്വനി കേന്ദ്രങ്ങൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഔചിത്യ സ്ഥാനങ്ങൾ ഇവയാണ്: പദം, വാക്യം, പ്രബന്ധാർത്ഥം, ഗുണം, അലങ്കാരം, രസം, ക്രിയ, കാരകം, ലിംഗം, വചനം, വിശേഷണം, ഉപസർഗം, വിപാദം, കാലം, ദേശം, കുലം, വ്രതം, തത്വം, സത്വം, സ്വഭാവം, അഭിപ്രായം, സാരസംഗ്രഹം, പ്രതിഭ, അവസ്ഥ, വിചാരം, നാമം, ആശീർവാദം എന്നിങ്ങനെയാണ്. ആ വാക്കുകൾ ഒന്നുകൂടെ: പദം, വാക്യം, പ്രബന്ധാർത്ഥം, ഗുണം, അലങ്കാരം,
രസം, ക്രിയ, കാരകം, ലിംഗം, വചനം, വിശേഷണം, ഉപസർഗം, വിവാദം, കാലം, ദേശം, കുലം, വ്രതം, തത്വം, സത്വം, സ്വഭാവം, അഭിപ്രായം, സാരസംഗ്രഹം, പ്രതിഭ, അവസ്ഥ, വിചാരം, നാമം, ആശീർവാദം എന്നിങ്ങനെ 27 ഔചിത്യ സ്ഥാനങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാവ്യരചനയിൽ പാലിക്കേണ്ട സമഗ്രമായ ഔചിത്യ മര്യാദകളെയാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പദം, വാക്യം, ദേശം, കാലം. പദം, വാക്യം, ദേശം, കാലം. ഇത് ധ്വനിസ്ഥാനങ്ങൾക്കാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകുന്നത്. മിക്ക ഔചിത്യ സ്ഥാനങ്ങളുടെ കാര്യത്തിലും ക്ഷേമേന്ദ്രൻ ആനന്ദവർദ്ധനെ പിൻപറ്റുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അലങ്കാരം തന്നെയാണ്, ഗുണം തന്നെയാണ്, കാവ്യാത്മാവ് പക്ഷേ രസം തന്നെയാണ്, പക്ഷെ ഉചിതത്തിൻ്റെ ഭാവം ഔചിത്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനി ഈ അദ്ദേഹത്തിനെ കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ആചാര്യന്മാരും ഈ ഔചിത്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം ഭരതനെ പറ്റി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏത് കാവ്യഘടകങ്ങളെ സംബന്ധിച്ചുള്ള നിബന്ധനകൾ സൂക്ഷ്മാർത്ഥത്തിൽ ഔചിത്യത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭരതൻ്റെ ഗുണദോഷ വിചിന്തനം, രസനിഷ്കർഷ എന്നിവയെല്ലാം ഒരർത്ഥത്തിൽ ഔചിത്യ വിവേകം തന്നെ. ഭരതൻ്റെ ഗുണദോഷ വിചിന്തനം, രസനിഷ്കർഷ ഇവയെല്ലാം തന്നെ ഔചിത്യ വിവേകം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഭാമഹൻ ഔചിത്യത്തെപ്പറ്റി നേരിട്ട് പറയുന്നില്ലെങ്കിലും കാവ്യത്തിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ദോഷവിവരണങ്ങൾക്കായി അദ്ദേഹം 60 കാരികകൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കവിതയിൽ ഒരു ദുഷ്ടപദം പോലും പ്രയോഗിക്കരുത് എന്ന് പറയുന്നത് പദൗചിത്യത്തെ മുന്നിൽ കണ്ട് തന്നെ ആവണം. കവിതയിൽ ഒരു ദുഷ്ടപദം പോലും ഉപയോഗിക്കരുത്, അതായത് അനൗചിത്യമായി ഒന്നും ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇനി രുദ്രടനാണ് ഔചിത്യം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത്. അദ്ദേഹം വ്യുൽപ്പത്തിയെപ്പറ്റി പറയുന്ന സമയത്ത് യുക്തായുക്ത വിവേകം എന്ന പദം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വ്യുൽപ്പത്തിയെപ്പറ്റി പറയുന്ന സമയത്ത് രുദ്രടൻ ഈ വാക്ക് നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യുക്തായുക്ത വിവേകം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ദോഷങ്ങളെപ്പറ്റി പറയുമ്പോൾ അനൗചിത്യം എന്ന പദം തന്നെ രുദ്രടൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആനന്ദവർദ്ധനൻ ഔചിത്യത്തെ ഒരു കാഴ്ചപ്പാടായി സ്വീകരിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രസാഭിവ്യഞ്ജകത്വമാണ് കാവ്യധർമ്മം എന്ന് പറയുന്ന അദ്ദേഹം രസാഭിവ്യഞ്ജകത്വമാണ് കാവ്യധർമ്മം എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് രസഭംഗം വരുത്തുന്നതെല്ലാം അനൗചിത്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. രസാഭിവ്യഞ്ജകത്വമാണ് കാവ്യധർമ്മം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം രസഭംഗം വരുത്തുന്നത് എല്ലാത്തിനെയും അനൗചിത്യം എന്ന് നേരിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശബ്ദം, അർത്ഥം, ഗുണം, അലങ്കാരം എന്നിവയെല്ലാം കവി അനുചിത വിവേകം പുലർത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ നയം. അതായത് ശബ്ദം ഉപയോഗിക്കുന്ന സമയത്തും അർത്ഥം ഉപയോഗിക്കുന്ന സമയത്തും ഗുണമായാലും അലങ്കാരമായാലും ഔചിത്യം പുലർത്തേണ്ടത് കവിയുടെ ധർമ്മം തന്നെയാണെന്ന് ആനന്ദവർദ്ധനും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കുന്തകനും ഔചിത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വക്രോക്തി സിദ്ധാന്തത്തിൽ വക്രോക്തി ജീവിതത്തിലെ പ്രകരണത്തിൽ ഔചിത്യത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മഹിമഭട്ടൻ്റെ വ്യക്തിവിവേകവും അനൗചിത്യങ്ങളെ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. അതായത് ഈ ഔചിത്യത്തെപ്പറ്റി ബാക്കിയുള്ള ഭരതനും ഭാമഹനും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു സൈദ്ധാന്തിക പരിവേഷം കൊടുത്തത് ക്ഷേമേന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഔചിത്യ പദ്ധതി എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരുന്ന ആ വാക്യത്തിൽ ഔചിത്യമനുധാവതി സർവധ്വനി രസോന്നയ എന്ന് പറയുന്ന ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ധ്വനിക്കും രസത്തിനും തുല്യമായി ഔചിത്യത്തെ ഉൾപ്പെടുത്തിയത് ഇതിൻ്റെ ഒരു തെളിവായി നമുക്ക് കണക്കാക്കാം.